ഇന്ന് ക്രിസ്തീയ കോളത്തിൽ നേരിടുന്ന ആത്മീയ അരക്ഷിതാവസ്ഥയും ആത്മീയ അധപ്പതനത്തിനും വിവിധ തരത്തിലുള്ള ആത്മീക വൈകല്യങ്ങൾക്കും പ്രതിവിധി നിർദ്ദേശിക്കുന്ന ഒരു പരിപാടിയാണ് ഡോക്ടറോട് ചോദിക്കാമെന്ന ഈ തത്സമയ പരിപാടി. ഇന്ന് നമുക്ക് ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്ന പ്രശസ്ത മനോരോഗിയും ഒപ്പം ഗിലയാദ് സർവകലാശാലയുടെ ഡയറക്ടറും പ്രശസ്ത ലൂക്കോസ് വാഴക്കൽ എന്ന വിദഗ്ധനായ ഡോക്ടറാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഒരു നല്ല കൈയടയോടുകൂടെ അദ്ദേഹത്തെ വേദിയിലേക്ക് നമുക്ക് ക്ഷണിക്കാം. ഡോക്ടർ ലൂക്കോസ് വാഴക്കൽ. തുടർന്നുള്ള 10 മിനിറ്റുകൾ ഡോക്ടറോടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 222255. ഡോക്ടറോട് ചോദിക്കാമെന്ന തത്സമയ പരിപാടികൾക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സർ, താങ്കൾക്കും ഈ പരിപാടിയിലേക്ക് ഹാർദവമായ സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് മനോരോഗം ഉണ്ടോ? അല്ല, എന്നെ ചോദിച്ചൊന്നും തോന്നരുത്. നിങ്ങൾ പിന്നെ രണ്ടാമത്തെ തവണയാണ് സ്വാഗതം ചെയ്യുന്നത്. ഓക്കെ ഡോക്ടർ, താങ്കളുടെ പ്രവർത്തന രീതികളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ഞാന് 35 കൊല്ലമായി ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്രധാനമായിട്ട് പെന്തക്കോസ്തൽ ലോകത്താണ് പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്തായി നമ്മുടെ ആത്മീയ വളത്തിൽ കണ്ടുവരുന്ന ആത്മീയ ചുതിക്കും നമ്മുടെ ഈ അച്ചടക്കരാഹിത്യത്തിനും അതിനെക്കുറിച്ചുള്ള പഠനത്തിനും ഗവേഷണത്തിനും ആ രീതിയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറെ നാള് UK-യിലായിരുന്നു. പക്ഷേ ഇപ്പൊ 15 വർഷമായിട്ട് ഇന്ത്യയില്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലാണ് ഞാനിപ്പോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, ഒരു ചോദ്യം താങ്കളോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. താങ്കളുടെ ഇത്ര നാളത്തെ പ്രവർത്തനത്തിൽ താങ്കൾക്ക് സന്തോഷമാണോ സന്താപമാണോ ഉള്ളത്? ഞാൻ അമേരിക്കയിൽ നിന്ന് ഇന്ത്യ വന്നതിന് ശേഷം എനിക്ക് നല്ല സന്തോഷമാണ് ഒരു ഇന്ത്യയില്. കാരണം നമുക്ക് കേസ് കൂടുതലാണല്ലോ. ഓക്കെ, നമുക്കൊരു കോള് വരുന്നുണ്ട്. ആദ്യത്തെ കോളാണ്, നമുക്ക് നോക്കാം ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, ആരാണ്? ഡോക്ടറോട് ചോദിക്കാം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ഡോക്ടറോട് ചോദിക്കുന്ന പരിപാടിയല്ലേ? അതെ അതെ അതെ, ഡോക്ടറോട് ചോദിക്കാമെന്ന പരിപാടിയാണ്. പറഞ്ഞോളൂ. ആരാണ് സംസാരിക്കുന്നത്? പറഞ്ഞോളൂ. ഞാൻ ചാവക്കാട്ട് ചിന്നമ്മയാ. ചാവക്കാട്ട് നിന്ന് ചിന്നമ്മ. പറഞ്ഞോളൂ. നിങ്ങൾ ഏത് സഭയുടെ അംഗമാണ്? ഞാൻ കുമളി ചർച്ചക്കോലിലെ അംഗമാണ്. ഡോക്ടർ ഉണ്ടോ? ഡോക്ടർ ഉണ്ടില്ല, എന്നാലും നിങ്ങൾക്ക് സംസാരിക്കാം. പറഞ്ഞോളൂ. ഡോക്ടറെ, എന്റെ പ്രശ്നം സാക്ഷ്യം പറയുമ്പോൾ എനിക്ക് നിർത്താൻ കഴിയുന്നില്ല. പെട്ടെന്ന് നിർത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും നടക്കുന്നില്ല. ഇതുമൂലം ഞാൻ വളരെ മാനസിക വിഷമത്തിലാണ്. ഇതൊരു രോഗമാണ് ഡോക്ടർ. ഇതിനൊരു പ്രതിവിധിയോ മരുന്നോ വാങ്ങിക്ക് നിർദ്ദേശിക്കാൻ കഴിയുമോ ഡോക്ടർ? ചാവക്കാട്ട് എന്നുള്ള ചിഹ്നമേ ഇതൊരു രോഗം തന്നെയാണ്. വൈദ്യശാസ്ത്രത്തിൽ ഇതിന് സാക്ഷിമാരിയ നിർത്തലില്ലായ്മ എന്നാണ് പറയുന്നത്. ഇതിനകത്ത് ഭയപ്പെടാനൊന്നും ഇല്ല. നമുക്ക് ചികിത്സിച്ച് മാറ്റാവുന്ന കാര്യമുള്ളൂ. ഇത് മിക്ക സഭകളിലും കണ്ടുവരുന്ന രോഗമാണ്. സാധാരണയായി ഇത് 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിലാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. പുരുഷന്മാരിലും ചെറിയ തോതിൽ ഇതുണ്ട്, എന്നാലും നമ്മുടെ സ്ത്രീകൾക്കാണ് കൂടുതൽ. ചിന്നമ്മ, ഞാൻ ഈ പറയുന്ന മരുന്നൊന്ന് കുറച്ചെടുക്കാവൂ. ഇത് ഗിലയാദ് മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും കേട്ടോ. ഗിലയാദ് മെഡിക്കൽ സ്റ്റോറിൽ കിട്ടുവേ. അവിടെ ചെന്നിട്ട് എന്തു പറയണം, ഈ അച്ചടക്കത്തിന്റെ ഒരു ടാബ്ലറ്റ് കിട്ടും. അത് മേടിച്ചിട്ട് എന്ത് ചെയ്യണം, തുടർച്ചയായി 5 ഞായറാഴ്ചകളിൽ 3 നേരം കഴിക്കണം. ശരി ഡോക്ടർ. കൂടാതെ ഈ സാമാന്യ മര്യാദ എന്ന് പറയുന്നൊരു സിറപ്പ് കിട്ടും. അതും എന്ത് ചെയ്യണം, അത് വാങ്ങിച്ചിട്ട് 3 നേരം 3 സ്പൂൺ വീതം 4 ഞായറാഴ്ച ചിന്നമ്മ കഴിക്കണം. നീ എന്നിട്ട് അത് മാറുന്നില്ലെങ്കിലേ ചിന്നമ്മയുടെ അടുത്ത് ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ ഈ സാക്ഷിയൊക്കെ പറയാൻ നേരത്ത്? ഉണ്ട് ഡോക്ടർ, ഒരുപാട് സഹോദരന്മാർ ഇരിപ്പുണ്ട്. ഉണ്ടല്ലോ, അത് മതി. അപ്പൊ ഒരു കാര്യം ചെയ്യാം. ചിന്നമ്മ സാക്ഷ്യം പറയുന്ന നേരത്ത് അത് അതിന് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഈ അടുത്തിരിക്കുന്ന സഹോദരിമാരോട് ആരോടേലും പറയണം, ചിന്നമ്മയുടെ സാരിയെ പൊരിച്ച് എന്ത് ചെയ്യണം, താരോട്ടൊന്ന് വരിക്കാം കേട്ടോ. ശരി ഡോക്ടർ. അതും പറ്റുന്നില്ലെങ്കിലേ ഈ മൈക്ക് സെറ്റ് പ്രവർത്തിക്കുന്ന സഹോദരന്മാരെ പരിചയമെല്ലാം ഉണ്ടോ? ഉണ്ട് ഡോക്ടർ, ഉണ്ട്. എന്നാ അവരോടൊന്ന് പറഞ്ഞാ മതി ചിന്നമ്മയുടെ കേബിൾ അങ്ങ് ഊരി വരാൻ കേട്ടോ. വളരെ നന്ദി ഡോക്ടറെ. ഓക്കെ ചിന്നമ്മ, വീണ്ടും വിളിക്കുക. വിളിച്ചതിന് വളരെ സന്തോഷം. വീണ്ടും വിളിക്കുക. ഡോക്ടർ, ഇത് സാധാരണയായി കണ്ടുവരുന്ന ഒരു രോഗമാണോ?
അതെ, തീർച്ചയായും ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഇത് സാധാരണയായി സ്ത്രീകളിലാണ് കാണുന്നത്. പക്ഷെ പുരുഷന്മാർക്ക് ഇതിന്റെ കുറെ സീരിയസ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. അത് നമ്മൾ പറയുന്നത് പ്രബോധനമാരിയ. അതിന്റെ ചികിത്സ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഡോക്ടർ, എനിക്കൊരു സംശയം ചോദിക്കുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്. ഡോക്ടർ ആ സഭയിലെ സിസ്റ്റം ഓപ്പറേറ്റർ വല്ലതും ആയിരുന്നോ? ആ, പണ്ട് കേബിളൊക്കെ ഊരി വിട്ട് സഭയെ രണ്ടാക്കി എന്നൊക്കെ ഉള്ള ഒരു പറച്ചിലൊക്കെ കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാണ്. അല്ല, ഞാൻ ഇത്രയും വർഷമായില്ല ഈ മേഖലയില്. അപ്പം പല അസൂയക്കാരും എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിനൊരു പ്രസക്തിയില്ല. ഓക്കെ ഡോക്ടർ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ. ഡോക്ടറോട് ചോദിക്കാമെന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ. പറഞ്ഞോളൂ, കേൾക്കാം. ആരാണ് സംസാരിക്കുന്നത്? പറഞ്ഞോളൂ. ഹലോ, ഞാൻ എരമപ്പെട്ടി ഏരിയാച്ചനായിരുന്നു. നല്ല പ്രാസം മോചിപ്പിച്ച പേരാണ്. എരുമപ്പെട്ടിയിൽ നിന്ന് ഏലിയാച്ചൻ. പറഞ്ഞോളൂ ഏലിയാച്ച, സംസാരിച്ചോളൂ. ഡോക്ടർ അവിടെ ഉണ്ടോ? ഡോക്ടർ ഇവിടെ ഉണ്ടല്ലോ. അയ്യോ, ഡോക്ടർ ഒന്ന് കൊടുക്കാമോ? ചോദിച്ചോളെ ഏരിയാച്ച, പറഞ്ഞോ. ഡോക്ടർ, ഈ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പം എനിക്ക് എന്ന് ദഹനക്കേട് പോലെയാ. എപ്പോഴും അങ്ങനെ തന്നെയാണോ? അങ്ങനത്തെ അവസ്ഥ എപ്പോഴൊക്കെയാ തോന്നുന്നേ? അത് പിന്നെ ഈ സങ്കീർത്തനത്തിന് പ്രബോധിപ്പിക്കുമ്പോഴും പിന്നെ ഈ വചന ശുശ്രൂഷ നടക്കുമ്പോഴാണ് കൂടുതൽ. ഏലിയാച്ചൻ ഒരു കാര്യം മനസ്സിലാക്കണം. വചനം എന്ന് പറയുന്നത് ഇരുവായ്ത്തലയുള്ള വാളാണ്. അപ്പൊ അത് നമ്മുടെ സന്ധി മഞ്ചകളെ തുളച്ചു ചെല്ലുന്നത്. അതുകൊണ്ടായിരിക്കാം ഏലിയാച്ചൻ ഈ ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നത്. കേട്ടോ, വേറെ എന്തെങ്കിലും പ്രശ്നമുള്ളതായി തോന്നുന്നുണ്ടോ? ഉണ്ട് ഡോക്ടറെ. ഈ ആരാധനയ്ക്കിരിക്കുമ്പോ ഇതെങ്ങനെയെങ്കിലും തീർന്നാ മതി എന്നൊരു തോന്നലാ. അതാണല്ലേ. എന്നാ ഏലിയാച്ചൻ ഒരു കാര്യം ചെയ്യണം. നമുക്കിപ്പോ ഈ ഏലിയാച്ചന്റെ സ്ഥലം എവിടെയാ പറഞ്ഞേ? ഡോക്ടർ, എരമപ്പെട്ടിയില്ല. അവിടെ എങ്ങനെയാ ഈ വചനം എന്ന മായില്ലാത്ത പാല് കിട്ടൂ? ഏലിയാച്ചൻ എന്ത് ചെയ്യണം? ഈ വചനം എന്ന മായില്ലാത്ത പാല് അഭിഷേക തൈലം കൂട്ടി 3 നേരം 5 ദിവസം കഴിക്കണം. ഈ അഭിഷേക തൈലം ഒക്കെ ഉണ്ടോ കയ്യില്? പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ പോയി. അപ്പൊ അതാണ് കുഴപ്പം. അഭിഷേക തൈലം ഇല്ലാത്തോണ്ടാണ്. മാനസാന്തരപ്പെട്ടതാണോ? പോയി. ഓക്കെ, വേറൊരു കോള് നമുക്ക് വരുന്നുണ്ട്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഡോക്ടറോട് ചോദിക്കാമെന്ന തത്സമയ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? 504 അന്നമ്മയാണ്. വാഴക്ക ഉണ്ടോ അവിടെ? സോറി അന്നമ്മ, ഇത് ഡോക്ടറോട് ചോദിക്കാമെന്ന തത്സമയ പരിപാടിയാണ്. ഇത് ഡോക്ടർ വാഴക്കയല്ല, വാഴക്കൻ ആണ്. ചോദിച്ചോളൂ. പ്രൈസ് ദി ലോർഡ് ഡോക്ടർ. പ്രൈസ് ദി ലോർഡ് അന്നമ്മ, പ്രൈസ് ദി ലോർഡ്. എന്താണ് പ്രശ്നം? അതെ ഡോക്ടർ, ഈ വൈകിട്ടത്തെ കൂട്ടായ്മയ്ക്ക് പോകാൻ വലിയ പ്രയാസം, അങ്ങ് സാധിക്കുന്നില്ല. എന്താ കാര്യം? എന്തോ ഒരു ശക്തി പിന്നിലോട്ട് വലിക്കുന്നത് പോലെ. അതെന്ത് ശക്തിയാ അന്നമ്മേ? അതെന്താന്ന് അറിയത്തില്ല ഡോക്ടറെ. ഈ വീട്ടിലെ TV ഉണ്ടോ? TV അതുണ്ട് ഡോക്ടറെ. അത് ഓണാക്കിയിരിക്കുവാണോ? അതെ ഡോക്ടറെ. ഓഫ് ആക്കാറില്ലല്ലേ? ഈ 7 മണിക്ക് ചന്ദനമര എന്ന് പറയുന്ന ഒരു സീരിയൽ ഉണ്ടോ ഇപ്പോഴും? അയ്യോ, ഡോക്ടർക്ക് ഇതെങ്ങനെ കൃത്യമായി മനസ്സിലായി? എനിക്കത് മനസ്സിലായി. എന്റെ ഭാര്യയും കുറച്ചുനാൾ ഈ അസുഖത്തിലെ ഭാരപ്പെട്ടതാ. ഒന്നും പറയണ്ട ഡോക്ടറെ. ആദ്യത്തെ കുറച്ച് സമയം കഴിയുമ്പോൾ നിർത്താമെന്ന് ഓർക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും സംഭവബഹുലമാകും. ഇതിന് എന്തേലും മരുന്നുണ്ടോ ഡോക്ടറെ? ഉണ്ടല്ലോ, തീർച്ചയായും ഉണ്ട്. ഈ ലോകത്തിന് നമ്മൾ കണ്ണിരച്ച എന്നാണ് പറയുന്നത്. ഇത് വലിയൊരു പ്രശ്നമാണ് കേട്ടോ. എനിക്ക് വല്ല പ്രതിവിധി ഉണ്ടോ ഡോക്ടറെ? പ്രതിവിധിയുണ്ട് കേട്ടോ. ഞാൻ പറയോ ഒരു പ്രതിവിധി, അത് ചെയ്യുവോ? നോക്കാം. അപ്പൊ ഒരു കാര്യം ചെയ്യും. ഈ ഫോൺ അങ്ങ് വെച്ചിട്ടേ ഇന്ന് തന്നെ ആ TV അങ്ങ് എടുത്തു മാറ്റി കേട്ടോ. ഹലോ, കേക്കുന്നില്ല. TV അങ്ങ് എടുത്തു മാറ്റാൻ. ഹലോ ഡോക്ടറെ, കേക്കുന്നില്ല. അവർക്ക് TV എടുത്തു മാറ്റാൻ കഴിയില്ല, അത്ര ഉള്ള കാര്യം. ഡോക്ടറെ, അടുത്ത കോള് വരുന്നുണ്ട്. നമുക്ക് നോക്കാം ആരാണെന്ന് നോക്കാം. ഹലോ, സ്വാഗതം. ഡോക്ടറോട് ചോദിക്കാമെന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? പൂഞ്ഞിക്കാവിന്ന് പൗലോസാ. ഡോക്ടറുണ്ടോ? ഉണ്ട്. പൗലോസ് പറഞ്ഞോളൂ, എന്താണ് പൗലോസ് ചെയ്യുന്നത്? ഞാൻ എന്തും ചെയ്യും. അതല്ല, പൗലോസിന്റെ പ്രശ്നം എന്താണെന്ന് പറയാവോ? ഞാൻ ഈ
കഴിഞ്ഞ 2-3 ദിവസമായിട്ട് വേദനയും കൂടിയൊന്നും ഇല്ലാതിരിക്കുക. ഞാൻ ഈ പ്രാർത്ഥനയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ അങ്ങ് ഉറങ്ങിപ്പോകുക. അതാ പ്രശ്നം. എപ്പോഴൊക്കെയാണ് ഈ ഉറക്കം അനുഭവപ്പെടാറുള്ളത്? അത് പറയാമെങ്കിൽ ഈ പ്രാർത്ഥന, പ്രബോധനം, ഈ സുവിശേഷത്തിന് കേൾക്കുമ്പോഴൊക്കെ അങ്ങ് ഉറങ്ങി പോവുക. ഞാൻ ഈ ആകപ്പാടെ ഒന്ന് ഉണർന്നിരിക്കുന്നത് ആ ബ്രഹ്മിന്റെ അരിയാവും. ഓ, ബ്രഹ്മ കണ്ടുപിടിച്ചതിന് സ്തോത്രം. അയാൾ ബ്രഹ്മരിക്കുന്നവനെ എങ്ങാൻ എന്റെ കൈ കിപ്പിയ ഇതാണ് എന്റെ കുഴപ്പം. എന്നെ രക്ഷിക്കാൻ പറ്റുന്ന മാർഗം ഉണ്ടോ ഡോക്ടറെ? പരിഹാരമുണ്ട്. ഇതൊരു നാഡീപേശി രോഗമാണ്. ഇതിന് ഉത്സാഹമില്ലായ്മ കൊണ്ട് പറ്റുന്നതാണ്. അപ്പൊ പറയുവാണെങ്കിൽ ഇതിന് വലിയ മരുന്നൊന്നുമില്ല, പക്ഷെ ഒരു വ്യായാമമുണ്ട്. കൈ കൊണ്ടാണോ ഡോക്ടറെ ചെയ്യണ്ടേ? അല്ല, കൈ കൊണ്ടും കാല് കൊണ്ടും ഒന്നല്ല, പക്ഷെ വാ കൊണ്ടുള്ള ഒരു വ്യായാമം. ഈ ഉറക്കം വരുമ്പോഴുണ്ടല്ലോ, സ്തോത്രം സ്തോത്രം എന്നു പറഞ്ഞു കേട്ടോ, കൂട്ടത്തി ഹല്ലേലൂയ ഹല്ലേലൂയ എന്നും പറയണേ. അപ്പം ഇതുകൊണ്ട് വേറൊരു ഉപകാരം കൂടെ ഉണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ ഇരുന്ന് ഉറങ്ങുന്നവരും കൂടെ എന്ത് ചെയ്യും? അങ്ങ് എണീറ്റോടും. ശരി ഡോക്ടറെ, വളരെ ഉപകാരം. ഇങ്ങനെയാണ് നമ്മുടെ ക്രിസ്തീയ ലോകത്ത് പല പ്രശ്നങ്ങളും പല വൈകല്യങ്ങളും ഉണ്ട്. പക്ഷേ അത് മാറ്റാൻ പറ്റുന്ന ചികിത്സാ രീതികളും നമ്മുടെ കയ്യിലുണ്ട്. അപ്പം ഇനി എന്തെങ്കിലും ഇങ്ങനത്തെ ആർക്കെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ ലൂക്കോസ് വാരക്കിനവിടെ എത്തുന്നതായിരിക്കും. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത ആഴ്ച ഇതേ സമയം മറ്റൊരു അതിഥിയുമായി നമുക്ക് കാണാം. ഡോക്ടറോട് ചോദിക്കാമെന്ന ഈ പരിപാടിയിൽ ഞങ്ങളോട് സഹകരിച്ച ഡോക്ടറോടുള്ള നന്ദിയെ അറിയിക്കുന്നു. അതെ, ഇത് ഡോക്ടർക്ക് കേൾക്കുന്നുണ്ട്, നിങ്ങൾക്ക് സംസാരിക്കാം എന്ന തത്സമയ പരിപാടി. എവർക്കും നന്ദി, നമസ്കാരം.